നമസ്കാരം. ഇപ്പോ സംഘപരിവാറുകാര് മുസ്ലിങ്ങളെ തല്ലുന്ന ഒരു പരിപാടി ഇപ്പോ കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ കുറ്റങ്ങൾ ആരോപിച്ച് അവരുടെ മേൽ കുറ്റങ്ങൾ ആരോപിച്ച് അവരുടെ കടകൾ തല്ലിപ്പൊളിക്കുക, പശുക്കടത്ത് ആരോപിക്കുക, ലവ് ജിഹാദ് ആരോപിക്കുക, ഇതെല്ലാം നടന്നു വരുന്നുണ്ട്. അതിലിപ്പോൾ റീസെന്റ്ലി മെനഞ്ഞാന്ന് ഇന്നലെ ഒക്കെ ആയിട്ട് പൂനെയിൽ ഒരു ചെറിയൊരു കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ലവ് ജിഹാദ് ആരോപിച്ചാണ്. നമ്മുടെ കേരളത്തിൽ PC ജോർജും IPSകാരി ചന്ദ്രലേഖയൊക്കെ ഇപ്പോ ലവ് ജിഹാദിനെ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസിയായ NIA അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതാണ്. അമിത്ഷായ്ക്കും പാർട്ടിക്കും കേന്ദ്രത്തിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സാധനം കേരളത്തിലോ ഇന്ത്യയിൽ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ PC ജോർജും മക്കളും ഈ IPS ചന്ദ്രലേഖയൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതുപോലെ ഒരു ആരോപണമാണ് കഴിഞ്ഞ ദിവസം പൂനെയിലുണ്ടായത്. പൂനെയിൽ ഒരു സലൂൺ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അവിടെ സലൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ബാർബർ ഷോപ്പ് പോലെ നാട്ടിൽ അതുപോലെയുള്ള സംഭവമാണ്. അപ്പൊ അത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരു ഹിന്ദു പെൺകുട്ടിയുമായി പ്രണയത്തിലാവുന്നു. ഹിന്ദു പെൺകുട്ടിക്ക് അയാളെ ഇഷ്ടമാണ്. അങ്ങനെ അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അത് ഹിന്ദു പെൺകുട്ടിക്ക് ഇസ്ലാമിലേക്ക് വരാൻ സമ്മതമാണെന്ന് അറിയിച്ചു. അങ്ങനെ എങ്കിൽ നമുക്ക് മതം മാറി രജിസ്റ്റർ വിവാഹം നടത്താം എന്ന് അവർ തീരുമാനത്തിലെത്തി, രണ്ടുപേരും കൂടി ചേർന്ന്. ഇതിപ്പോ ഹിന്ദു പെൺകുട്ടി മുസ്ലിമിനെ പ്രേമിച്ചു, അത് ലവ് ജിഹാദ്. ഒരു മുസ്ലിം പയ്യൻ ഹിന്ദു പെൺകുട്ടിയെ പ്രേമിച്ചു, അത് ലവ് ജിഹാദ്. ഇനി ഒരു ഹിന്ദു പയ്യൻ മുസ്ലിം കുട്ടിയെ പ്രേമിച്ചാൽ അത് പ്രേമലു. ഒരു ക്രിസ്ത്യാനി പയ്യൻ മുസ്ലിം പെൺകുട്ടിയെ പ്രേമിച്ചാൽ അത് പ്രേമലു. ഒരു ക്രിസ്ത്യാനി പെൺകുട്ടി ഒരു ഹിന്ദു പയ്യനെ പ്രേമിച്ചാൽ അത് പ്രേമം. ഒരു മുസ്ലിം പയ്യൻ മാത്രം ഒരു ഹിന്ദു പെൺകുട്ടിയെയോ ക്രിസ്ത്യാനി പെൺകുട്ടിയെയോ പ്രേമിച്ചാൽ അത് പ്രേമമല്ല, പ്രേമത്തിന്റെ കൂട്ടത്തിൽ കൂട്ടാനേ പറ്റില്ല. അതാണ് ലവ് ജിഹാദ്. ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ, ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അറബി വേർഡാണ്. നമ്മുടെ മലയാളത്തിലേക്ക് വരുമ്പോൾ ധർമ്മ സംരക്ഷണം എന്ന് വരും. ധർമ്മത്തെ സംരക്ഷിക്കുന്ന, നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ധർമ്മ സംരക്ഷണം എന്ന്. അതേ മീനിങ് തന്നെയാണ് ഈ ജിഹാദിനും അർത്ഥം, അല്ല വേറൊന്നുമില്ല. അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടാണ് ഈ ഇസ്ലാമോഫോബിയ ഇവിടെ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഈ ഒരു കുറ്റം ആരോപിച്ചാണ് പൂനെയിൽ ഒരു സലൂൺ അടിച്ച് തകർത്ത് തരിപ്പണമാക്കിയത്. എല്ലാ പ്രാവശ്യവും സംഭവിക്കുന്ന പോലെ സംഘപരിവാറുകാരെ രക്ഷപ്പെടുത്താനായിട്ട് പോലീസ് മുന്നോട്ട് വന്നിട്ടുമുണ്ട്. സാമ്പത്തിക തട്ടിപ്പ് ആരോപണം ഇതൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ളത്. ആരോപിച്ചത് ലവ് ജിഹാദാണ്. പതിവ് പോലെ പോലീസുകാർ സംഘപരിവാറുകാരെ RSSകാരെ രക്ഷിക്കാൻ പോലീസ് മുന്നോട്ട് വന്നിട്ടുമുണ്ട്. അങ്ങനെ ഒരു മുസ്ലിം പയ്യൻ ഒരു ഹിന്ദു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. അത് ലവ് ജിഹാദാണെന്ന് ആരോപണം ഉയർത്തി ഈ RSSകാര് അവിടുത്തെ സലൂൺ അടിച്ച് തകർത്തു. അപ്പോ ഈ ഹിന്ദു പെൺകുട്ടിക്ക് ഈ ഒരു മുസ്ലിം പയ്യനെ വിവാഹം കഴിക്കാനുള്ള സാഹചര്യം ആ സലൂണിലെ ജീവനക്കാർ ഉണ്ടാക്കിയെടുത്തു. അത് ഈ പെൺകുട്ടിയും കൂടെ ഇഷ്ടമായിട്ടായിരിക്കുമല്ലോ, വെറുതെ ബലമായിട്ടായിരിക്കത്തില്ലല്ലോ. അങ്ങനെയാണ് ആ പെൺകുട്ടിയും ഇതിന് തയ്യാറായത്. ആ ഒരു കുറ്റമാണ് ആരോപിക്കപ്പെട്ടത്.
അവർ തമ്മിൽ പ്രേമിച്ചു, കല്യാണം കഴിച്ചു. ഇതിന് ജിഹാദ് എന്ന് പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അവർ പ്രേമിച്ചു, വിവാഹം കഴിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതിപ്പോ അങ്ങനെ ഒരു ആരോപണം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഇവർക്കൊരു പൊടിപൂരം അവിടെ നടത്താൻ സാധിക്കുകയുള്ളൂ. ഈ ജിഹാദ് എന്ന് പറയുന്നത് എന്താണ്? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ധർമ്മങ്ങൾ സംരക്ഷിക്കുന്ന ഒരാൾ, അയാളെയാണ് ഇസ്ലാമിക ജിഹാദി എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഹിന്ദുമതത്തിന്റെ ധർമ്മങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ആൾ, അയാളാണ് ഹിന്ദുമതത്തിന്റെ ഒരു രക്ഷകനായി വന്നും ധർമ്മ രക്ഷിത എന്ന് പറയുന്നത്. ഇപ്പോൾ ആ ഒരു ജിഹാദ് എന്ന പദത്തിന് അർത്ഥവ്യത്യാസം സംഭവിച്ച് അടിയും തല്ലും ഉണ്ടാക്കുന്നവനും പ്രേമിക്കുന്നവനും ഒക്കെയാണ് ജിഹാദി, അല്ലാതെ മറ്റൊന്നുമല്ല. ഒരു ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ പ്രേമിക്കുന്നവൻ ജിഹാദി. അതാണോ ധർമ്മ സംരക്ഷണം? അത് നമ്മുടെ ഹിന്ദുക്കളായ സംഘപരിവാറുകാർ അവർക്ക് ചാർത്തിക്കൊടുത്ത ഒരു പേരാണത്. അതെങ്ങനെയും വേട്ടെ, നമുക്ക് കഥയിലേക്ക് വരാം. കഥയല്ല, ഈ സംഭവത്തിലേക്ക് വരാം. പണ്ട് ഈ ദേവന്മാരുടെ മുമ്പിൽ ആടുകയും പാടുകയും ഒക്കെ ചെയ്യുന്ന പെണ്ണുങ്ങളെയാണ്, അതായത് ദേവന്മാരുടെ മുമ്പിൽ ആടുന്ന പെൺകുട്ടികളെ അടിച്ചികൾ എന്ന് വിളിക്കുമായിരുന്നു. ദേവന്മാർക്ക് വേണ്ടി ആടുകയും പാടുകയും അവരുടെ മുമ്പിൽ പാടുകയൊക്കെ ചെയ്യുന്ന പെണ്ണുങ്ങളാണ് അടിച്ചികൾ. അത് ദേവന്മാരുടെ അടിച്ചികൾ എന്ന് പറയും. ദേവ അടിച്ചികൾ. ദേവന്മാർക്ക് മാത്രമേ ആ പ്രവൃത്തി അവർ ചെയ്തു കൊടുക്കുകയുള്ളൂ, മറ്റു മനുഷ്യർക്കൊന്നുമില്ല. അങ്ങനെ ദേവന്മാരുടെ അടിച്ചികൾ. ദേവ അടിച്ചി, ദേവടിച്ചി, ദേവടിച്ചി, തേവിടിച്ചി, അങ്ങനെ രൂപാന്തരം സംഭവിച്ചു, തേവിടിച്ചിയായി. ഇന്ന് ആ തേവിടിച്ചി എന്ന് പറയുന്ന പദം നമ്മൾ ഏതെങ്കിലും പെണ്ണിന്റെ മുമ്പിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അയാൾ ജയിലിൽ കിടക്കും. അങ്ങനെ ഇതുപോലെ രൂപാന്തരം സംഭവിച്ച ഒരു പദമാണ് ഈ ജിഹാദ് എന്ന് പറയുന്നത്. ദേവന്റെ അടിച്ചി എങ്ങനെ തേവിടിച്ചിയായി? അതുപോലെയാണ് ഈ ജിഹാദ് എന്ന് പറയുന്നത്. കൊല്ലുന്നവനും ബോംബ് പൊട്ടിക്കുന്നവനും പടക്കം പൊട്ടിക്കുന്നവനും ഇനി ഗോലി കളിക്കുന്നവനും ഒക്കെ ജിഹാദിയായി പ്രഖ്യാപിച്ച് ഈ ഇസ്ലാമിനെ ഒരു ഭീകരജീവിയായി കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ സംഘപരിവാറിന്റെ RSSന്റെ ഒക്കെ ഒരു ശ്രമം. അപ്പോ ഈ പറഞ്ഞു വരുന്നത് സലൂണിന്റെ കാര്യമാണ്. ഏതായാലും ഇവിടെ ഈ സലൂണിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ, ഉജ്വൽ ഗൗഡ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഈ സംഭവം പുറത്തുവിട്ടിട്ടുള്ളത്. ഈ സലൂണിൽ തന്നെ അയാളുടെ കൂടെ ജോലി ചെയ്യുന്ന സ്ത്രീയാണ്. ആ സലൂൺ ഉടമ ഒരു പെൺകുട്ടിയെ, ഒരു ഹിന്ദു പെൺകുട്ടിയെ അവളുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി അയാൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു, അവളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു എന്നാണ് ആരോപണം. ഓർക്കണം, ഇയാളുടെ സലൂണിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഉജ്ജ്വല ഗൗഡ. അവളാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്, അല്ലാതെ മറ്റാരുമില്ല. അതിനൊരു പ്രത്യേക കാരണമുണ്ട്, അത് ഞാൻ പറയാം. അതിപ്പോ ആരോപണങ്ങൾ വരുമ്പോ അങ്ങനെയാണല്ലോ പറയുക. ലവ് ജിഹാദ് ആണെന്നാണ് ആരോപണം പറയുക. ആരോപണങ്ങൾ വരുമ്പോ അങ്ങനെയൊക്കെ പറയാൻ പറ്റുകയുള്ളൂ. ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ പറയാൻ വേണ്ടി 1,00,000 രൂപ കൊടുത്തെന്നാണ് ഇവർ പറയുന്നത്. ലവ് ജിഹാദായി എന്നെ വിവാഹം കഴിക്കാൻ, ആ ഇസ്ലാം മതത്തിലേക്ക് ചേരാൻ പ്രലോഭിപ്പിച്ചു എന്ന് പറയാൻ വേണ്ടി 1,00,000 രൂപ കൈക്കൂലി ഈ പെൺകുട്ടിക്ക് കൊടുത്തു, ഈ ഉജ്വൽ എവിടെയും മറ്റുടെ നമ്മുടെ സംഘപരിവാറിന്റെ ആളുകൾ എന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. കഥയല്ല.
തിങ്കളാഴ്ചയാണ് ഈ ആക്രമണം നടന്നത്. ഈ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഹിന്ദു പെൺകുട്ടിയെ മതം മാറ്റി ഇസ്ലാമായിട്ട് മാറ്റാൻ ശ്രമിച്ചു. അതിനുവേണ്ടി കട തല്ലി തകർത്തു, സലൂൺ തല്ലി അടിച്ചു. മതസ്പർദ്ധ വളർത്താൻ, അതായത് അപ്പുറത്തെ ഗ്യാസും ഇപ്പുറത്ത് തീപ്പരിയും ഉണ്ട്, രണ്ടും കൂടെ ഒന്ന് കൂട്ടി മുട്ടിച്ചാൽ മതി, ബാക്കി പണി രണ്ടും കൂടെ അങ്ങ് ചെയ്തോളും. ഇതാണ് അവര് ചെയ്യുന്ന പണി, സംഘപരിവാറുകാർ. അപ്പൊ ഈ സലൂൺ ജീവനക്കാരൻ മുസ്ലിം ആണെന്ന് മനസ്സിലായല്ലോ. അയാളെ ഈ സംഘപരിവാർ പ്രവർത്തകർ മർദ്ദിച്ചു. അങ്ങനെ അടിച്ച് അവസാനാക്കി പോലീസിന് കൈമാറി. അന്വേഷണം നടക്കുന്നു. ഈ പെൺകുട്ടിയെ മതം മാറ്റാനുള്ള, ലവ് ജിഹാദിന്റെ ഭാഗമായി മതം മാറ്റാനുള്ള യാതൊരുവിധ തെളിവും ലഭിച്ചിട്ടില്ല എന്ന് പോലീസിന് വിവരം ലഭിക്കുന്നു. എന്നാണ് അവിടുത്തെ ഡിസ്ട്രിക്ട് കമ്മീഷണർ ഓഫ് പോലീസ് പറയുന്നത്. DGP ആയ ഈ സഞ്ജീവ് ദേശ്മാന്യ പറയുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര്, ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ, അന്വേഷണ ഉദ്യോഗസ്ഥന്റെ. യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല. ഈ സലൂൺ ഉടമയായ ജാവേദ് എന്നാണ് ആ പയ്യന്റെ പേര്. ഈ പെൺകുട്ടിയെ മതം മാറ്റാനുള്ള യാതൊരുവിധ ബോധപൂർവമായ ഒരു ശ്രമവും നടന്നിട്ടില്ല എന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിൽ കണ്ടെത്തി. അങ്ങനെ ആ ഡിസ്ട്രിക്ട് കമ്മീഷണർ ഓഫ് പോലീസ് പറയുന്നു, സലൂണിലെ വനിതാ ജീവനക്കാരിയും ഇയാളുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനായിട്ടുള്ള കാര്യം ഉണ്ടായത്. ഈ ആരോപണം ഉന്നയിച്ച ഒരു സ്ത്രീ ഈ ജാവേദിന്റെ ഷോപ്പിൽ, സലൂണിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീക്ക് ഈ ജാവേദുമായി സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു. അത് കാരണമാണ് ഈ സ്ത്രീ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ കാരണമായത്. അങ്ങനെ ഈ ആരോപണം ഉന്നയിച്ച യുവതി ഈ ജാവേദിൽ നിന്ന് പണം കടം വാങ്ങിയിട്ട് അത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു. അവർ തമ്മിൽ തിരിച്ചു കൊടുക്കാൻ വയ്യാതെ വഴക്കും, ഈ സ്ത്രീ അവിടുന്ന് പിരിഞ്ഞു പോകേണ്ട സാഹചര്യവും ഒക്കെ ഉണ്ടായപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം അവിടെ ഉന്നയിച്ചു. പിന്നെ കൂട്ടണമല്ലോ, പണം തിരിച്ചു കൊടുക്കണ്ടേ ഇല്ലെങ്കിൽ. അങ്ങനെയുള്ള ഈ സാമ്പത്തിക ഇടപാട് മൂലമാണ് ഇവിടെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ കാരണം. അതായത് സംഘപരിവാറുകാർക്ക് എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയാണല്ലോ. അങ്ങനെ ഒരു ആരോപണം അവരുടെ മുന്നിലേക്ക് എത്തിച്ചു. ദേ കിടക്കുന്ന മുഴുവൻ അടിച്ച് തകർന്നു ആരോപണം മൂലം. ഇപ്പൊ ഇങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലും ധാരാളമായിട്ട് നടന്നു വരുന്നുണ്ട്. എന്തെങ്കിലും കാരണത്തില് നമ്മുടെ വീട്ടിൽ തന്നെ ഭർത്താവ് ഭാര്യയുടെ മേളിൽ നിന്ന് വിരൽ ചൂണ്ടിയാൽ അപ്പൊ പോലീസ് സ്റ്റേഷനിൽ പോയി ഭാര്യ പറയും പീഡനം, ഗാർഹിക പീഡനം. കിടക്കുന്ന അവനെ പോലീസ് പൊക്കി ജയിലിലടക്കും. ആ ഒരു നിയമത്തിന്റെ പഴുതാണ് ഇപ്പോൾ സ്ത്രീകൾ ഉപയോഗിക്കുന്നത്. ഒരു പെൺകുട്ടി പോയിട്ട് നേരെ സ്റ്റേഷനിൽ ചെന്നിട്ട് പീഡനം എന്ന് പറഞ്ഞാൽ, ഗാർഹിക പീഡനം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റു പീഡനം എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ പോലീസ് കേസെടുത്ത് FIR ഇട്ടു, അയാളെ വിളിച്ചു വരുത്തി ലോക്കപ്പിലിട്ടു, നേരെ കോടതിയിലേക്ക് വിടും. കോടതിയിൽ നിന്ന് നേരെ അകത്തേക്കും വിടും. അവിടെ കിടക്കും. കാരണം എന്താണ്? ഗാർഹിക പീഡനം. ചുമ്മാ ഒന്ന് വിരൽ ചൂണ്ടിയനാണ്. സ്ത്രീ പീഡനം അത് ഒരു ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ പലയിടത്തും സ്ത്രീകൾ. എന്തെങ്കിലും ഭർത്താവിൽ നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു പീഡനം കേസ് കൊടുക്കുന്നു, ദാ കിടക്കുന്നു. അതൊരു ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ സ്ത്രീകൾ. ആ ഒരു നിയമത്തിന്റെ പഴുത് അവർ മുതലെടുക്കുന്നു. അവരെ ഒന്നും പറയാൻ പാടില്ല. അതിപ്പോൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്നു, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നടക്കുന്നു. ഈ
പെണ്ണുങ്ങൾക്ക് മാത്രമാണ് നിയമം ഉള്ളത്, ആണുങ്ങൾക്കില്ല. പെൺകുട്ടി പറഞ്ഞാൽ അപ്പം തന്നെ കേസ് FIR ഇട്ട് കോടതിയിലേക്ക് വിടും. കോടതി പിന്നെ മറ്റു അന്വേഷണങ്ങളൊന്നുമില്ല, നേരെ അകത്തേക്ക് വിടും. അങ്ങനെയാണ് നടന്നു വരുന്നത്. ആ ഒരു പഴുതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ കണ്ടെത്തിയിരിക്കുന്നത്. അതേ ഒരു പ്രവർത്തനമാണ് ഇവിടെയും നടന്നിട്ടുള്ളത്. പെണ്ണുങ്ങൾ പോയി പറഞ്ഞാൽ ഉടൻ തന്നെ കോടതി കേസെടുക്കും. അതിപ്പോ അവിടുത്തെ കോടതി എന്ന് പറയുന്നത് സംഘപരിവാറായതുകൊണ്ട് അവരങ്ങ് കേസെടുത്തു. അങ്ങനെ പലയിടത്തും നിരപരാധിയായിട്ടുള്ള ആണുങ്ങളായിരിക്കും ശിക്ഷ അനുഭവിക്കുന്നത്. ഈ പെണ്ണുങ്ങൾ ചെയ്യുന്ന തെറ്റിന് ശിക്ഷ അനുഭവിക്കുന്നത് ഈ നിരപരാധിയായിട്ടുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെ പലരും അകത്ത് കിടപ്പുണ്ട്. ഏതായാലും സാമ്പത്തിക ഇടപാട് മൂലമുണ്ടായ ഒരു വഴക്ക്, അങ്ങനെ ഉണ്ടായത് ഈ പെൺകുട്ടി ചെയ്ത ഒരു തെറ്റ്, ആളുടെ പേരിൽ ആരോപണം ഉന്നയിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ തെറ്റുകളൊന്നും കാണാൻ സംഘപരിവാറുകാർക്ക് സമയമില്ല, അവരതൊന്നും അന്വേഷിക്കുകയുമില്ല. സംഭവം ലവ് ജിഹാദ് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. ഇപ്പുറത്ത് നിൽക്കുന്നത് മുസ്ലിമാണോ, അപ്പുറത്ത് നിൽക്കുന്ന ഞാൻ പറഞ്ഞ പോലെ ഒരു തേവിടിച്ചായ സ്ത്രീയാണോ, ഒരു പെണ്ണാണോ, അതൊന്നും അവർക്ക് നോട്ടമില്ല. അവൾ പറഞ്ഞതാണ് ശരി. എന്ത് നികൃഷ്ടയായ പെണ്ണായിരുന്നാലും അവൾ പറഞ്ഞതാണ് ശരി, അല്ല മറ്റൊന്നുമല്ല. ഇതാണ് സംഘപരിവാറിന്റെ ഒരു നോട്ടം, അല്ലെങ്കിൽ RSSന്റെ. അപ്പുറത്ത് നിൽക്കുന്ന മുസ്ലിമാണോ എന്നറിഞ്ഞാൽ മാത്രം മതി. ഇപ്പുറത്ത് നിൽക്കുന്നത് ഒരു ഹിന്ദു പെൺകുട്ടി, ഇനിയിപ്പോ അതേത് ആണെങ്കിലും കുഴപ്പമില്ല, അവൾ പറയുന്നതാണ് ശരി. ഏതായാലും അയാളെ പിടിച്ചിപ്പോ പോലീസിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇനിയുള്ള തീരുമാനങ്ങൾ എന്താണെന്ന് വരട്ടെ. എന്തായാലും ഇത് ഒരു ഹിന്ദു എന്ന് പറയുന്ന ഒരു ഹിജടകളുടെ ഒരു കഴിവില്ലായ്മയാണ്, അവരുടെ ഒരു അധപ്പതനമാണ് ഈ പോക്ക്. ഇങ്ങനെ ഒരു ഹിന്ദു പെൺകുട്ടിക്ക് ഒരു മ്ലേച്ഛന്റെ കടയിൽ പോയി നിന്ന് ജോലി ചെയ്യേണ്ട ഒരു ഗതികേട്, ഒരു മുസ്ലിമിന്റെ കടയിൽ പോയി നിന്ന് ജോലി ചെയ്യേണ്ട ഒരു ഗതികേട്, അയാളുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങേണ്ട ഒരു ഗതികേട്, പണം തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ അയാളുടെ വായിലിരിക്കുന്ന തെറിയെ കണ്ടുവരുന്ന ഒരു ഗതികേട്, അവസാനം അയാൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടതായി വരുന്ന ഒരു ഗതികേട്, ഇതൊക്കെയാണ് നമ്മുടെ ഹിന്ദു പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്നത്. ഒരു മ്ലേച്ഛന്റെ കടയിൽ പോയി നിന്ന് ജോലി ചെയ്യേണ്ട ഗതികേടാണ് വന്നിരിക്കുന്നത്. അവന്റെ കയ്യിൽ നിന്ന് അവസാനം പണം കടം വാങ്ങി തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വന്നപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ട ഒരു ഗതികേടുണ്ടായി. ഇതൊക്കെ നമ്മുടെ ഹിന്ദു സമൂഹത്തിനുണ്ടാകുന്ന ഗതികേടാണ്, ഓർത്തോളണം. അതുപോലെ താൻ ചെയ്യുന്ന കർമ്മം താൻ അനുഭവിക്കുന്നു. ഒരു സെൽഫ് റെസ്പെക്ട് ഇല്ലായ്മ ഇങ്ങനെ പലയിടത്തും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന് ഇന്ത്യയുടെ പല ഭാഗത്തും കൊണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്നത് അറിയാമല്ലോ. വാർത്തകളിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരു ക്ഷേത്രത്തിൽ നടന്ന കാര്യം. അത് നമ്മുടെ ഹിന്ദു ക്ഷേത്രമാണെന്ന് ഓർക്കണം. അവിടെ ജോലി ചെയ്യുന്നതും ഹിന്ദുക്കളാണെന്ന് ഓർക്കണം. മറ്റൊരു വിഭാഗത്തിൽപ്പെട്ടവരാരും ആ ക്ഷേത്രത്തിൽ വന്ന് ജോലി ചെയ്യുന്നില്ല. എന്തുമാത്രം നാണക്കേടാണ് നമ്മൾ ഹിന്ദുക്കൾക്കുണ്ടായത്. അതെന്താണെന്ന് ചിലർക്കെങ്കിലും അറിയാമായിരിക്കും, അറിയാൻ വയ്യാത്തവർക്ക് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. കൂടൽ മാണിക്യം എന്ന ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ ജോലിക്ക് ചെന്നത് ഒരു ഈഴവ സമുദായത്തിൽ നിന്നുള്ള ഒരു പയ്യൻ. അവിടെ PSC അപ്പോയിന്റ്മെന്റ് കിട്ടി, ഗവൺമെന്റ് ഓർഡർ കിട്ടി, അവിടെ ജോലിക്ക് ചെന്നു. ഒരു ഗവൺമെന്റ് ജോലി കിട്ടുക എന്ന് പറയുന്നത് ഒരു ഏറ്റവും വലിയൊരു കാര്യമാണ് ഒരാളുടെ ജീവിതത്തിൽ. അങ്ങനെ ദേവസ്വം ബോർഡിൽ ജോലി കിട്ടി, അവിടെ കഴകം ചെയ്യാൻ ആ അമ്പലത്തിലെത്തി. ഈഴവ സമുദായത്തിൽ നിന്നുള്ള ഒരു പയ്യനാണ്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഈ കാര്യങ്ങളിൽ ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഹിന്ദു ക്ഷേത്രങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? തമ്മിൽ തല്ലി അടിച്ച് തെറിച്ച് ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, തൊട്ടുകൂടായ്മയുടെ പേരിൽ, തീണ്ടിക്കൂടായ്മയുടെ പേരിൽ
എല്ലാം പണ്ടത്തെ പോലെ ഇപ്പോഴും നടന്നു വരുന്ന ഒരു സമ്പ്രദായം. അത് ഹിന്ദുക്കൾക്ക് തന്നെ അടിയാവുകയല്ലേ? മറ്റു മതങ്ങൾ ചിരിക്കുന്നുണ്ട് ഈ സംഭവങ്ങളൊക്കെ കേട്ടിട്ട്. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും. മറ്റു മതങ്ങളെല്ലാം അടിവെച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് അതേ ഇവിടെ ഹിന്ദു സമൂഹത്തിൽ ഭിന്നിപ്പ്. ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് ഒരു അമ്പലത്തിൽ കയറാൻ പാടില്ല, അവിടെ ജോലി ചെയ്യാൻ പാടില്ല, മ്ലേച്ഛനാണ്. അവിടെ ജോലി ചെയ്യുന്നവരെല്ലാം നമ്പൂതിരിമാരാണ്, അവർക്ക് മാത്രമേ ബ്രഹ്മം അറിയുള്ളൂ. ബ്രഹ്മം ആർക്ക് വേണമെങ്കിലും പഠിച്ചാൽ. അങ്ങനെ ഈ ഈഴവ പയ്യൻ അവിടെ ജോലിക്ക് ചെന്നപ്പോൾ ഉന്നത കുലജാതരായ നമ്മുടെ സുരേഷ് ഗോപിയെ പോലുള്ള ആളുകൾ അവിടെ നിന്നുകൊണ്ട് എന്താ പറഞ്ഞത്? ഇവൻ തൊട്ടുകൂടാത്തവനാണ്, തീണ്ടിക്കൂടാത്തവനാണ്, ഇവനെ കണി കണ്ടാൽ ഞങ്ങൾക്ക് നരകം കിട്ടും, അതുകൊണ്ട് ഇവനെ ചവിട്ടി പുറത്താക്കണം. ചവിട്ടി തെറിപ്പിച്ചില്ലേ? പുറത്താക്കിയില്ലേ? പറയൂ. അവിടെ വന്നൊരു ഈഴവ പയ്യനെ നിങ്ങൾ ചവിട്ടി പുറത്താക്കിയില്ലേ? അപ്പൊ ഇതാണ് ഹിന്ദു സമൂഹത്തിന്റെ സ്ഥിതി. ഇനിയിപ്പോ പുതിയൊരു പയ്യൻ വരുന്നുണ്ട്, അതും ഈഴവ സമുദായത്തിൽ നിന്ന് തന്നെയാണ്. അയാളുടെ ഗതിയും ഇനി ഇത് തന്നെ ആവുമോ? ചവിട്ടി പുറത്താക്കുമോ? അല്ലെങ്കിൽ സമ്മർദ്ദത്തിലാക്കി അയാളെ പറഞ്ഞുവിടും. അയാൾ അവിടെ നിന്ന് താനേ പിരിഞ്ഞു പോകേണ്ട രീതി വരും. അങ്ങനെ ഒരു ഗതികേടിലേക്ക് എത്തുമ്പോൾ അയാൾ താനേ പിരിഞ്ഞു പോകും. ഇപ്പൊ ഒരു 4 ചുറ്റും അടച്ച ഒരു റൂമിനകത്ത് ഒരു മനുഷ്യനെ കൊണ്ടിട്ടാൽ എന്താണ് സംഭവിക്കുക? എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കും. അതുപോലെ അവിടെ ഇനി വരുന്ന പയ്യനും അവിടെ ജോലി കിട്ടി, അവിടെ ചെല്ലുന്ന പയ്യൻ അവിടെ ജോലിക്ക് ചെല്ലുമ്പോൾ, ഈ കഴകം ജോലിക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള നമ്പൂതിരിമാരും അയാളോട് മിണ്ടില്ല, കണ്ട ഭാവം നടിക്കില്ല, എപ്പോ വന്നു എന്ന് ചോദിക്കില്ല, എന്താണ് വിശേഷം എന്ന് ചോദിക്കില്ല, സുഖമാണോ എന്ന് ചോദിക്കില്ല, എവിടുന്ന് വരുന്നെന്ന് ചോദിക്കില്ല, ആരും മിണ്ടില്ല, പറയില്ല, ഒന്നുമില്ല. അപ്പോൾ സമ്മർദ്ദത്തിലായി. അപ്പോൾ ഈ 4 ചുറ്റും അടച്ച റൂമിനകത്ത് കിടക്കുന്ന ഒരു സ്ഥിതിയായി. താനെ അവിടുന്ന് പോകേണ്ടി വരും. ആൾ അവിടുന്ന് രാജിവെച്ച് പോകും. ഇതൊക്കെ ഏത് സമൂഹത്തിലാണ് നടക്കുന്നത്? എന്ത് സമൂഹത്തിൽ? അങ്ങനെ ഇപ്പോൾ അവിടെ വരാൻ പോകുന്നത് KS അനുരാഗ് എന്നുള്ള ഈ പയ്യനാണ്. അനുരാഗിനെ ഇനി അവിടെ ആരും ചോദിക്കില്ല, നീ എപ്പോൾ വന്നു, സുഖമാണോ, ഒന്ന് ചിരിക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അയാൾ സ്വയം സമ്മർദ്ദത്തിലാവും, അവിടുന്ന് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. ഇങ്ങനെ സ്വയം കാളകളായി മാറുന്ന ഒരു സമൂഹമാണ് ഈ ഹിന്ദു സമൂഹത്തിലുള്ള ആളുകൾ. അങ്ങനെയാണ് സംഭവം. അപ്പൊ ഇതിന് രസം എന്താണെന്ന് പറഞ്ഞാൽ, ഈ കാളകള്, ഈ അഴിച്ചുവിട്ട കാളകൾ, മൂക്കയറില്ലാതെ വളരുന്ന ഈ കാളകൾ ആരെങ്കിലും ഒന്ന് കുത്തിയാൽ അല്ലെങ്കിൽ കാലെടുത്തടിച്ചാൽ ആ കുത്തു കൊള്ളുന്ന ആളാണ് കുറ്റക്കാരൻ, അല്ലെങ്കിൽ ആ തൊഴി വാങ്ങുന്ന ആളാണ് കുറ്റക്കാരൻ. അങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതി. അങ്ങനെ ഈ കാളകളുടെ കുത്തുകൊള്ളുന്ന ആളാണ് കുറ്റവാളി എന്ന് സമ്മതിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇപ്പോഴുള്ളത് ഇവിടെ. അതവർക്ക് അനുകൂലമാണ്. അങ്ങനെ ഒരു സ്ഥിതി വരുമ്പോഴാണ് മനുഷ്യരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാകുന്നത്. അതിന്റെ മുതലെടുപ്പ് ഭരണകൂടം എടുക്കും. ഇതൊരു പ്രശ്നമില്ലെങ്കിൽ അവർക്കും ഇവിടെ ജീവിക്കണ്ടേ? അതുകൊണ്ട് ഈ നേതാക്കന്മാരാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. മത നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. പറഞ്ഞത് മാത്രം. അപ്പോ ഈ അഴിച്ചിട്ട കാളകളെ പോലുള്ള ഈ ജന്തു സമൂഹം ചെയ്യുന്ന ഈ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്നത് ഈ നാട്ടിലെ മുസ്ലിം സമൂഹമാണ്. അത്രയും പറഞ്ഞാൽ മതിയല്ലോ. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഹിന്ദുക്കളെ തന്നെ റെസ്പെക്ട് ചെയ്യാൻ ആദ്യം പഠിക്കണം. മുസ്ലിങ്ങളുടെ മേൽ കുതിര കയറാനല്ല, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ മേൽ കുതിര കയറാനല്ല പഠിക്കേണ്ടത്. പഠനം നേർവഴിക്ക് പോകണം. പണ്ടത്തെ തൊട്ടുകൂടായ്മയും അയിത്തവും ഒന്നും ഇപ്പൊ വെക്കേണ്ട കാര്യമില്ല. ഹിന്ദുക്കൾ നന്നായാൽ മറ്റുള്ളവർ താനേ നന്നായിക്കോളും. അല്ലാതെ വേറൊന്നുമില്ല. അപ്പൊ നമസ്കാരം.